ഗുഡ് ആഫ്റ്റർനൂൺ. ചോബി എന്താണ്, കുട്ടികൾ കുറവാണല്ലോ, 12 പേരാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണോ? 2 മിനിറ്റ് കൂടി നോക്കാം അല്ലെ, ആരെങ്കിലും ജസ്റ്റ് കയറുവാൻ നോക്കാം. വരും. ഓക്കെ, വിനോയെ വിളിച്ചിട്ടുണ്ട്, വരുന്നു. ഓക്കെ, മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് വെബ് ബ്രൗഷേഴ്സ് പറഞ്ഞല്ലേ, ഈ വെബ് ബ്രൗഷേഴ്സ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെ, അത് കഴിഞ്ഞല്ലേ. ഇനി ഓൺലൈൻ സെക്യൂരിറ്റി അല്ലേ തുടങ്ങണ്ടേ അല്ലെ? ഓൺലൈൻ സെക്യൂരിറ്റി. ഓക്കെ, ഓൺലൈൻ സെക്യൂരിറ്റി. ഓൺലൈൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സുരക്ഷ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഓൺലൈനിലൊക്കെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സിലേക്കൊക്കെ ആണെങ്കിലും നമുക്കടെ US പാസ്വേഡ് ഒക്കെ ജസ്റ്റ് ഹാക്ക് ചെയ്തിട്ടൊക്കെ അതിനകത്ത് കയറുമോ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ തന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ ട്രാപ്പിലാക്കുകയൊക്കെ ചെയ്ത് നമുക്ക് എന്താ വളരെയധികം നഷ്ടം, പൈസ വേണമെങ്കിലൊക്കെ നഷ്ടം വരാം. അങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറയുന്നത്. ത്രെറ്റ്സ്, ഭീഷണി. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ത്രെറ്റ് എന്നാണ് കേട്ടോ വായിക്കുന്നത്, ത്രെറ്റ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പാരഗ്രാഫ് നോക്കാം നമുക്ക്. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് refers to numerous risks and vulnerabilities that can compromise the security of individual, organization and the system when using the internet. നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ, ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്താ വ്യക്തികളെയും, അതായത് പേഴ്സണലായിട്ട് നമുക്ക് ഓരോ ആളുകൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാകാം, വ്യക്തികളെയും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളെയും സിസ്റ്റങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന നിരവധി അപകട സാധ്യതകളെയും കേടുപാടുകളെയൊക്കെയാണ് നമ്മൾ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓൺലൈനില് എന്താ നമുക്ക് നേരിടുന്ന ഭീഷണികൾ. അത് ഇൻഡിവിജ്വലിനാകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, വ്യക്തികൾക്കൊക്കെ ആകാം. ഒരു സ്ഥാപനത്തിനെ, ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനൊക്കെ ബാധിക്കുന്ന ഒരു അവർക്കടെ ആ ഓൺലൈനില് നമ്മുടെ വെബ്സൈറ്റിലോ ഒക്കെ നമ്മൾ ഹാക്ക് ചെയ്തിട്ട് അവരെ ബാധിക്കുന്ന, അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളെയും കേടുപാടുകളെയൊക്കെയാണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ത്രെറ്റ്സ്. Okay, online security threats refers to numerous risks and vulnerability. എന്ന് പറഞ്ഞാൽ ഭേദിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് വരുന്ന അപകടങ്ങള്, അതിനെ ഭേദിക്കാവുന്ന അല്ലെങ്കിൽ ദുർബലത എന്നുള്ള മീനിങ് ഒക്കെയാണ് വൾണർ എന്ന് പറയുന്നത്. വൾണറബിലിറ്റി ദാറ്റ് ക്യാൻ കോംപ്രമൈസ് ദ സെക്യൂരിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ആൻഡ് സിസ്റ്റം വെൻ യൂസിങ് ദ ഇന്റർനെറ്റ്. അപ്പൊ എന്താ സംഭവം? ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെയോ ഒക്കെ ബാധിക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടങ്ങള്, അപകട സാധ്യതകളോ അവർക്ക് നഷ്ടം സംഭവിക്കാവുന്ന തരത്തിലുള്ള കാര്യമാണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ഹിയർ ആർ സം കോമൺ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഇവിടെ കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അതിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഭീഷണികളാണ് കേട്ടോ, ഓൺലൈൻ ഭീഷണികൾ, സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഭീഷണികൾ. ഓക്കെ, ഫസ്റ്റത്തെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ടെ. മാൽവെയർ
ഷോർട്ട് ഫോം എന്താ? മലീഷ്യസ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ. അല്ലെങ്കിൽ മാൽവെയറിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? മലീഷ്യസ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ടോ. മാൽവെയർ ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. കൺസിസ്റ്റ് ഓഫ് വൈറസ്. അത് വൈറസ് ആവാം. നമ്മൾ പറയാറില്ലേ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറി അതുകൊണ്ട് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന ഒരു ഇതാണ്. വൈറസുകൾ കയറാം, അല്ലെങ്കിൽ വോംസ് ആവാം. ട്രോജൻസ്. ട്രോജൻസ് കേട്ടിട്ടുണ്ടോ? ട്രോജൻസ് കമ്പ്യൂട്ടർ വൈറസിന് കൊടുത്തിരിക്കുന്ന ഒരു സ്പെസിഫിക് നെയിം ആണ് ട്രോജൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വൈറസിന് നൽകിയിരിക്കുന്ന ഒരു സ്പെസിഫിക് നെയിം ആണ് ട്രോജൻസ്. കമ്പ്യൂട്ടർ വൈറസിന് നൽകിയിരിക്കുന്ന വൈറസിന് തന്നെ കൊടുത്തേക്കുന്ന ഒരു സ്പെസിഫിക് പേരാണ് ട്രോജൻസ്. പിന്നെ റാൻസംവെയർ. കേട്ടിട്ടുണ്ടോ? റാൻസംവെയർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ സ്ക്രീൻ ലോക്ക് ചെയ്തോ നമുക്ക് എന്നിട്ട് നമുക്ക് യൂസറിന് അത് കയറാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സ്ക്രീന് ആ ഒരു സിസ്റ്റത്തിന്റെ സ്ക്രീൻ എന്ത് ചെയ്തോ ലോക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ യൂസറിന്റെ ഫയലുകൾ ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നു. അങ്ങനെ നമുക്കത് യൂസേഴ്സിന് അതിലേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് അതിലേക്കുള്ള പ്രവേശനം ആ എൻട്രീനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു തരം സോഫ്റ്റ്വെയർ ആണ് റാൻസംവെയർ എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? ഫയലോ അല്ലെങ്കിൽ സ്ക്രീനോ ലോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് യൂസേഴ്സിന് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രവേശനത്തിനെ തടയുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു തരം സോഫ്റ്റ്വെയർ ആണ് റാൻസംവെയർ എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് സ്പൈവെയർ. എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സ്പൈവെയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ, ഒരു പേഴ്സണലായിട്ട് ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയോ കുറിച്ച് ചിലപ്പോൾ അവരുടെ അറിവില്ലാതെ എന്റെ ഇൻഫർമേഷൻ എന്റെ അറിവില്ലാതെ കളക്ട് ചെയ്യുന്നത്. നമ്മുടെ വിവരങ്ങള് നമ്മുടെ അറിവില്ലാതെ തന്നെ ശേഖരിക്കാനും അതുപോലെ തന്നെ ആ യൂസേഴ്സിന്റെ സമ്മതമില്ലാതെ അത്തരം ആ വിവരങ്ങള് സ്പൈവർക്ക് നേടില്ലേ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അയക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സ്പൈവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, അങ്ങനെ സ്പൈ വർക്ക് ചെയ്യുന്നതൊക്കെ. എന്താ? നമ്മൾ സമ്മതം ഇല്ല. അപ്പൊ എന്റെ സമ്മതം ഇല്ലാതെ തന്നെ എന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് അത് വേറൊരു സ്ഥാപനത്തിലേക്ക് കൊടുക്കാം. അതിന് വേണ്ടി ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഓഫീസിലുള്ള വിവരങ്ങൾ അപ്പൊ എന്റെ പേഴ്സണലായിട്ട് ഞാൻ അവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അത് നമ്മുടെ സമ്മതമില്ലാതെ ശേഖരിച്ചിട്ട് അത് വേറൊരു സ്ഥാപനത്തിലേക്ക് അയക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ. അപ്പൊ ഈ മാൽവെയറിൽ വരുന്ന ഏതൊക്കെയാ? അണ്ടർലൈൻ ചെയ്തിട്ട് കൺസിസ്റ്റ് ഓഫ് വൈറസസ്, വോംസ്, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. മാൽവെയർ ഈസ് ഔട്ട്ലൈൻ ടു ഡാമേജ് ഓർ അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി ടു എ സിസ്റ്റം, steal sensitive information or damage normal computer operations. എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ നമുക്ക് ഒരു ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് തടസ്സം വരുത്തുന്ന രീതിയിൽ അതിലേക്ക് കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങൾ നോർമൽ ഫങ്ഷൻസിനെ എന്തെങ്കിലും ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ഒക്കെയുള്ള ആ ഒരു സമീപനം, ഇതാണ് മാൽവെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒന്ന് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ചോ. മാൽവെയർ എന്നുള്ളത് ഒരു ഡിവൈസിനെയോ, ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ സെന്റൻസിൽ, ഒരു ഡിവൈസിനെയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയോ ഹാം ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഒരു ഡിവൈസിനെയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയോ ഹാം ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാൽവെയർ.
കേടുപാടുകൾ വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നതിനോ ഉള്ള ഒരു രൂപരേഖയാണ് മാൽവെയർ എന്നുള്ളത്. അത് നമുക്ക് എന്തിനു വേണ്ടിയാ? നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളൊക്കെ ഡാമേജ് ആക്കുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, മാൽവെയർ ആ ഒരു സെന്റൻസ് ഉണ്ടോ? മാൽവെയർ ഈസ് ഔട്ട്ലൈൻഡ് ഇതിനു വേണ്ടി രൂപപ്പെടുത്തിയേക്കണം ടു ഡാമേജ് ഓർ അറ്റൻഡ് unauthorized entry to a system, steal sensitive information or damage normal computer operations. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. PHISHING. ഫിഷിംഗ്. ഫിഷിംഗ് ഇൻവോൾവ്സ് ഡിസീറ്റ്ഫുൾ. ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചനാപരമായിട്ടുള്ളത്. വഞ്ചനാപരമായ അറ്റംപ്റ്റ്, ഒരു നമ്മളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഫിഷിംഗ്. ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempt to deceive users into providing sensitive information like password, credit card detail or personal data. നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ഡേറ്റ പോലുള്ള അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതിന് നമ്മളെ യൂസേഴ്സിനെ അത് ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ അറിയാതെ നമ്മൾ കൊടുക്കും. അതാണ് യൂസേഴ്സിനെ കബളിപ്പിക്കാനുള്ള ഒരു വഞ്ചനാപരമായിട്ടുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്നൊക്കെ ഫിഷിംഗ് അറ്റാക്സ് ഓഫൺ ടേക്ക് ദം ഫോം ഡിസ്പിറ്റീവ് ഇമെയിൽസ്, ഇമെയിൽ വെബ്സൈറ്റ്, തെറ്റായ വെബ്സൈറ്റ് ഒക്കെ ഓർ മെസ്സേജ് അല്ലെങ്കിൽ തെറ്റായ മെസ്സേജ് വിടും. എന്നിട്ട് ഇപ്പൊ ബാങ്കിൽ നിന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു തെറ്റായ എന്തെങ്കിലും ഹാക്കേഴ്സ് ആ ഒരു സൈറ്റ് പോകാതെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സൈറ്റിൽ ഒരു വെബ്സൈറ്റ് ഇട്ടിട്ട് നിങ്ങളോട് പറയും എന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ക്ലിയർ ചെയ്യാനായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വേണമെങ്കിൽ എന്താ പറയാ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ട്രാപ്പിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ കൊടുത്തിട്ടോ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്താ നമ്മുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു അവര് മേടിക്കുന്നു. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ എപ്പോഴും പറഞ്ഞേക്കുന്നത്, ഒരു നിയമാനുസൃതമായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ അത് അനുകരിച്ച് മെസ്സേജ് വിടുകയും ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അത് ചെയ്യുന്ന രീതിയിൽ അവര് വിടുന്ന രീതിയിൽ അതിനെ അനുകരിച്ചുകൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് വിടുകയോ ചെയ്യും. അപ്പൊ നമ്മളോട് ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുക്കാൻ പറയും അല്ലെങ്കിൽ അതിനൊക്കെ എൻറ്റർ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ഒന്നും അറിയില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കും. ഹാക്കേഴ്സ് അത് ഹാക്ക് ചെയ്യും. നമുക്ക് ഇതുപോലെ തന്നെ പേഴ്സണൽ ഫിനാൻസ് ലോസ് വരാം, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പല നഷ്ടങ്ങളും ഒക്കെ വരാം. അതാണ് ഫിഷിംഗ്. അപ്പൊ എന്താ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തും. നമ്മൾ തന്നെ അത് കൊടുക്കുന്നത്, പക്ഷെ എങ്ങനെയാ, നല്ല രീതിയിലല്ലല്ലോ. അവർ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി തെഫ്റ്റ്. Okay, identity theft happens when someone acquires and uses another personal information such as social security numbers, like credit card details or login credentials. Credentials എന്ന് പറഞ്ഞാൽ ലോഗിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പറുകൾ, കടലാസുകൾ എന്നുള്ള മീനിങ് ആട്ടോ ക്രെഡൻഷ്യൽസ്. വിത്തൗട്ട് ദയർ പെർമിഷൻ. ഇതെന്താ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, നമ്മൾ സെക്യൂർ ചെയ്തേക്കുന്ന നമ്പറുകളില്ലേ, നമ്മളിപ്പോ ഈ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ സെക്യൂർ ആയിട്ട് വെച്ചേക്കുന്ന നമ്മള് പാസ്വേഡ് ഇതൊക്കെ ആ നമ്പേഴ്സ് ഇല്ലേ, നമ്മുടെ സെക്യൂരിറ്റി നമ്പറുകളോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് എന്നിവ പോലുള്ള ഒരു ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ അനുമതി ഇല്ലാതെ ആരെങ്കിലും അത് ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് അപ്പിയർ ചെയ്യുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ് ഐഡന്റിറ്റി തെഫ്റ്റ്
സംഭവിക്കുന്നത്. നമ്മുടെ പെർമിഷൻ ഇല്ല, നമ്മളോട് പെർമിഷൻ ചോദിക്കാതെ തന്നെ നമ്മുടെ ഇങ്ങനെ ഡീറ്റെയിൽസുകൾ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ക്രെഡിറ്റ് കാർഡ് നമ്പറൊക്കെ അക്യൂർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, വേറൊരാള്, നമ്മളല്ലാതെ നമ്മുടെ ഇൻഫർമേഷൻ നമ്മുടെ അനുമതി ഇല്ലാതെ വേറൊരാൾ അക്യൂർ ചെയ്യുന്ന പ്രോസസ്സാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ക്യാൻ എൻഡ് ഇൻ, ഇത് എന്തിൽ കലാശിക്കും? ഫിനാൻഷ്യൽ ലോസ്. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ അങ്ങനെ സെക്യൂരിറ്റി നമ്പർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചൊക്കെ നമുക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ പണമൊക്കെ മോഷ്ടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടം വരാം. അൺഓതറൈസ്ഡ് എൻട്രി ടു അക്കൗണ്ട്സ്, അക്കൗണ്ടിലേക്ക് നമുക്ക് അനധികൃതമായി പ്രവേശിക്കാം, നമ്മുടെ അനുമതി ഇല്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പിന്നെ ആൻഡ് ഡാമേജ് ആൻഡ് ഇൻഡിവിജ്വൽ റെപ്യൂട്ടേഷൻ, ഒരു ഇൻഡിവിജ്വലിന്റെ റെപ്യൂട്ടേഷൻ, പ്രശസ്തിനെ എന്ത് ചെയ്യുന്നു? അതിന് ഡാമേജ് ആവുകയും ചെയ്യുന്നു. നമ്മളിപ്പോ നല്ലൊരു ഇതിനകത്തിരിക്കുന്ന ഒരാളാണ്, നമ്മൾ ഇതിലാകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ പ്രശസ്തിക്ക്, നമ്മുടെ റെപ്യൂട്ടേഷനെ എന്ത് ചെയ്യുന്നു? അതിന് ഡാമേജ്, കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാം, നമ്മുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി പ്രവേശിക്കാം, നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷൻ അതിന് ഡാമേജും വരാം. ഓക്കെ, അടുത്ത നോക്കിയേ, ഡേറ്റ. അടുത്ത് ഡേറ്റ ബ്രീച്ചസ്. ഡേറ്റ ബ്രീച്ചസ്. ഓക്കെ, data breaches include unauthorized entry to sensitive information like personal record, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in the system or network. അവിടെ എന്താ? നമ്മുടെ ഡേറ്റകള് തെറ്റ് വരുത്തിയിട്ട്, ഡേറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റകളിൽ തെറ്റ് വരുത്തിയിട്ട് ഹാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഡേറ്റകളിൽ തെറ്റ് വരുത്തിയിട്ട് ഹാക്ക് ചെയ്യുന്ന, സാധാരണയായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡേറ്റാസിൽ തെറ്റ് വരുത്താം, അല്ലെങ്കിൽ നെറ്റ്വർക്കിലോ ഉള്ള കേടുപാടുകളൊക്കെ അതിലൂടെ നമുക്ക് ഹാക്ക് ചെയ്യുന്നതിലൂടെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് വ്യക്തിഗതമായിട്ടുള്ള രേഖകള്, നമ്മുടെ ഡേറ്റാസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി, ഇതെല്ലാം അതിനുള്ള ഒരു സെൻസിറ്റീവ് വിവരങ്ങളിലേക്കുള്ള ഒരു അനധികൃതമായിട്ടുള്ള പ്രവേശനമാണ് ഡേറ്റ ലംഘനങ്ങൾ. കൂടാതെ നമ്മുടെ പ്രൈവസി എന്ത് ചെയ്യുന്നു? ഹനിക്കപ്പെടുന്നതായിട്ട് കോംപ്രമൈസ്ഡ് പ്രൈവസി. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഇതിന്റെ നോക്കിയേ, ഡേറ്റ ബ്രീച്ചസ് മേ എൻഡ് ഇൻ, ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ലോസിന് കലാശിക്കും, റെപ്യൂട്ടേഷണൽ ഡാമേജ്, റെപ്യൂട്ടേഷൻ പ്രശസ്തിക്ക് ഡാമേജ് പറ്റും, ആൻഡ് കോംപ്രമൈസ്ഡ് പ്രൈവസി, പ്രൈവസിക്ക് നമ്മുടെ പ്രൈവസി ഹനിക്കപ്പെടുന്നു. അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാതെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാട്ടോ. പേഴ്സണൽ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമതി ഇല്ലാതെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിലോ സെക്യൂരിറ്റി നമ്പറൊക്കെ മോഷ്ടിച്ച് ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ അക്വയർ ചെയ്യുന്നു. അതുവഴി നമുക്ക് സാമ്പത്തിക നഷ്ടം, പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള അനധികൃത പ്രവേശനം, ഡാമേജ്, ഇൻഡിവിജ്വലിന്റെ റെപ്യൂട്ടേഷന് ഡാമേജ് ഒക്കെ സംഭവിക്കും. ഇനി ഡേറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഡേറ്റകളിൽ തെറ്റ് വരുത്തി, ഡേറ്റാസിൽ തെറ്റ് വരുത്തിയിട്ട് ഹാക്ക് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ നമ്മള് ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ അവര് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതില് തെറ്റുകൾ വരുത്തിയിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു? ഹാക്ക് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ രീതിക്ക് തന്നെ നമ്മളിപ്പോ ബാങ്കിൽ നിന്നൊക്കെ എന്തെങ്കിലും മെസ്സേജ് ഇടുക എന്നുള്ള രീതിയിൽ നമുക്ക് അതിലെന്തെങ്കിലും എറർ വരുത്താം. അതിനോട് ചേർന്ന വല്ല ഇതൊക്കെ കൊടുത്തിട്ട് അതിൽ എറർ വരുത്തിയിട്ട് അതിൽ ഹാക്ക് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് പറയാം. നമ്മുടെ ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും എറർ വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഹാക്ക് ചെയ്യപ്പെടുന്ന രീതിയാണ്. ഓക്കെ, ഡേറ്റയിൽ തെറ്റ് വരുത്തി ഹാക്ക് ചെയ്യുന്ന രീതി, ഡേറ്റ ബ്രീച്ചസ്. ഇനി അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ, മാൻ ഇൻ ദ മിഡിൽ, വിക്ടിം അറ്റാക്സ്. മാൻ ഇൻ ദ മിഡിൽ, ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, മാൻ ഇൻ ദ മിഡിൽ. എന്താ? നടുക്കൊരാളുണ്ടാവും. അതായത് രണ്ടുപേര് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന്റെ ഇടയ്ക്ക് അവിടെ നടുക്ക് ഒരാളുണ്ടാവും. അതാണ്. ഓക്കെ,
രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം അവരറിയാതെ തന്നെ അവരുടെ ഡേറ്റ, അതിൽ കൂടെ അവരുടെ ഡേറ്റ ചോർത്തിയെടുക്കുന്ന രീതിയാണ് മാൻ ഇൻ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടില്ലേ, രണ്ടുപേര് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഫോണിൽ കൂടെയൊക്കെ ആണെങ്കിലും അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് അവരെന്തൊക്കെ സംസാരിക്കാന്നുള്ളതൊക്കെ ചോർത്തിയെടുക്കുന്ന രീതി, അതൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാട്ടോ. നമുക്ക് ആ കേസ് തെളിയിക്കാനുള്ള രീതിയില, അല്ലാത്ത രീതിയിൽ നമുക്ക് ദോഷമാവുന്ന രീതിയിലും ഇത് ചെയ്യാം. ഇവിടെ നോക്കിയേ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. മിഡിൽ അറ്റാക്സ് include intercepting and changing communication between two parties without their knowledge. അവരുടെ നോളജ് ഇല്ലാതെ, ഇപ്പൊ ഞാനും ഏതാണ് ആരാണ് ഇവിടെ സുരഭിയായിട്ട് സംസാരിക്കുകയാണ്, അപ്പൊ ഞങ്ങളുടെ അറിവില്ലാതെ ഞങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്ന കാര്യങ്ങള് എന്ത് ചെയ്യുന്നു, അത് വേറൊരാള് ചോർത്തിയെടുക്കുന്ന ഒരു സംവിധാനം. അത് നമുക്ക് അറിയാം, പേരിന്ന് അറിയാം. മിഡില് ഒരാളുണ്ടാവും അവിടെ. സെന്റൻസ് നോക്കിയേ, വിക്ടിം അറ്റാക്സ് ഇൻക്ലൂഡ് ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർസെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക, എന്താണ് തടസ്സപ്പെടുത്തുക, ഇന്റർസെപ്റ്റിംഗ് തടസ്സപ്പെടുത്തുക. ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തോ ചെയ്യാണ്. വിത്തൗട്ട് ദെയർ നോളജ്, അവർക്കിടെ അറിവില്ലാതെ തന്നെ. ആക്രമണങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ, ഇൻഫർമേഷനുകൾ കൈമാറുന്നതിനോ അല്ലെങ്കിൽ എന്താ ഒരു വെറുപ്പ് അവർക്കിടയിൽ എന്തെങ്കിലും വെറുപ്പ് ഉളവാക്കുന്ന ഒരു കണ്ടന്റ് നമുക്ക് ഇൻജെക്ട് ചെയ്യാനോ ഒക്കെ ഇതിൽ കഴിയും. അറ്റാക്സ് can overhear, modify or inject spiteful content into communication. അതാണ് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും അവർക്ക് എന്താ ഒരു വെറുപ്പ് ഒഴിവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഇൻജെക്ട് ചെയ്യാം. Potentially compromising sensitive information or handling the exchange. അതാണ് കമ്മ്യൂണിക്കേഷനിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വെറുപ്പ് ഉളവാക്കുന്നതിനോ ആ കണ്ടന്റ് കേൾക്കുന്നതിനോ അത് പരിഷ്കരിക്കുന്നതിനോ ഒക്കെ ഇൻജെക്ട് ചെയ്യാനായിട്ട് കഴിയും. അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, പാസ്വേഡ് അറ്റാക്സ്. പാസ്വേഡ് നമുക്ക് എല്ലാവരും നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പാസ്വേഡ് അല്ലെ, എല്ലാവർക്കും ഉണ്ട് പാസ്വേഡ്. നമ്മൾ എപ്പോഴും എങ്ങനെയാ പാസ്വേഡ് ഒക്കെ ഇടുമ്പോഴും പറയില്ല കേട്ടോ, എന്നോട് ഷെയർ ചെയ്യണ്ട, ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ പാസ്വേഡ് അടിക്കും, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് വെക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ പാസ്വേഡ് ഇടുമ്പോ നമുക്ക് ഏകദേശം എന്താ പറയാ, നമ്മൾ ആരും പെട്ടെന്ന് ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പാസ്വേഡ് ഇടുന്നത്. ഇപ്പൊ നമ്മുടെ പേരാണ്, ഇപ്പൊ ഞാൻ എന്റെ പാസ്വേഡ് എന്റെ പേരോട് മാച്ച് ചെയ്ത് ഇടുവാണെങ്കിൽ മറ്റുള്ള ഹാക്കേഴ്സിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ പാസ്വേഡ് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡുകളൊക്കെ ആണെങ്കിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, അത് അവര് മോഷ്ടിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതൊക്കെയാണ്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പാസ്വേഡ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റില്ല അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് പാസ്വേഡ് അറ്റാക്ക് നടത്താൻ പറ്റും. ഓക്കെ, പാസ്വേഡ് അറ്റാക്സ് എയിം ടു അറ്റൈൻ unauthorized entry into account by cracking or bypassing password security. യൂസറിന്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഒരു പ്രവേശനം നേടുന്നതിന് ലോഗിനുകള് എന്താ മോഷ്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് കയറാനായിട്ട് നമ്മുടെ പാസ്വേഡ് മോഷ്ടിച്ചിട്ട് തന്നെ യൂസറിന്റെ അല്ലെങ്കിൽ എന്താ നമുക്ക് പേര് അല്ലെങ്കിൽ എന്താ പാസ്വേഡും ഒക്കെ നമ്മള് എന്താ അത് അതിൽ കയറി, അതായത് നമ്മുടെ ആ ഒരു സൈറ്റിലേക്ക് കയറിയിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തിയെടുക്കുന്നു. ഇതാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് വേർഡ്സ് വരുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ. പാസ്വേഡ് അറ്റാക്സ് ഇൻ ടു അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി, അനുമതി ഇല്ലാത്ത ഒരു പ്രവേശനമാണ്. ഇൻ ടു അക്കൗണ്ട്സ്, നമ്മുടെ അക്കൗണ്ടിലേക്ക്. ബൈ ട്രാക്കിംഗ് ഓർ പാസിംഗ്
പാസ്വേഡ് സെക്യൂരിറ്റി. നമ്മുടെ പാസ്വേഡ് നമ്മുടെ ഹാക്ക് ചെയ്തുകൊണ്ട് എന്താ നമ്മുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി കയറുന്ന രീതിയാണ്. കോമൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് പാസ്വേഡ് അറ്റാക്കിന് വരുന്ന 2-3 ടെക്നിക്കുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ ഭയങ്കര ക്രൂരമായിട്ടുള്ള ആക്രമണം. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്, ക്രൂരമായിട്ടുള്ള ആക്രമണം. ഡിക്ഷണറി അറ്റാക്സ് ആൻഡ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്, പറഞ്ഞത് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. നമുക്ക് അതായത് നമ്മുടെ എന്താ നമ്മുടെ ഒരു നമ്മുടെ ഈ പാസ്വേഡുകള്, നമ്മൾ പാസ്വേഡ് അറ്റാക്കിൽ അതല്ലേ പറഞ്ഞേ, അതായത് നമ്മുടെ യൂസേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രവേശനം നേടുന്നതിനായിട്ട് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് ആട്ടോ, നമ്മുടെ അക്കൗണ്ടിലേക്ക് യൂസേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മോഷ്ടിച്ച യൂസേഴ്സിന്റെ പാസ്വേഡ് അതൊക്കെ അതിലേക്ക് അക്കൗണ്ടിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഒരു രീതി, അതാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു യൂസേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് ലോഗിനുകളിലേക്ക് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ മോഷ്ടിച്ചെടുത്ത യൂസേഴ്സിന്റെ നെയിമോ അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ അതിലേക്ക് യാന്ത്രികമായി നമ്മൾ അത് ഇൻജെക്ട് ചെയ്യുന്ന രീതിയാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. വേർ അറ്റാക്കേഴ്സ് യൂസ് സ്റ്റോളൻ ഓർ ലീക്ക് password from other source to attain unauthorized access. ഒരാൾ അറിയാതെ തന്നെ നമ്മുടെ പാസ്വേഡ് മോഷ്ടിച്ച് അല്ലെങ്കിൽ മോഷ്ടിക്കോ അല്ലെങ്കിൽ പാസ്വേഡ് നമ്മുടെ ഡിലീറ്റ് ആക്കും, ഇല്ലാതാക്കുകയോ ചെയ്യുന്ന പ്രോസസ്സ്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. പാസ്വേഡ് അറ്റാക്ക് എന്നുള്ളതിന്റെ അവിടെ എഴുതി വെച്ചോ. മാനേജ്മെന്റിൽ മനസ്സിലായത് 2 പാർട്ടികളുടെ ഇടയിൽ എന്താ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട്, അവരുടെ അറിവില്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ ഒക്കെ ഹാക്ക് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയാതെ തന്നെ അയാളുടെ പാസ്വേഡ് മോഷ്ടിക്കുകയോ ഒരാൾ അറിയാതെ തന്നെ അയാളുടെ പാസ്വേഡ് മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ പാസ്വേഡ് ഇല്ലാതാക്കുകയോ ചെയ്യുന്ന പ്രോസസ്സ്. ഒരാൾ അറിയാതെ തന്നെ ഒരാളുടെ പാസ്വേഡുകൾ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ പാസ്വേഡുകൾ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ആ പ്രവൃത്തിക്കാണ് എന്തെന്ന് പറയുന്നത്, പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് ഇൻസൈഡർ ത്രെറ്റ്സ്. ഇൻസൈഡർ ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭീഷണികളാണ് കേട്ടോ. ഇൻസൈഡർ ഉള്ളിലുള്ള ഭീഷണികൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻസൈഡർ ത്രെറ്റ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വിത്ത് ആൻ ഓർഗനൈസേഷൻ who have authorized entry into system or sensitive data. അതായത് നമ്മളിപ്പോ ഓഫീസിൽ വർക്ക് ചെയ്യാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് ഓഫീസിൽ വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ അവിടെ സ്പൈ വർക്ക് നടത്തുന്നവരെ ആ ഒരു സ്ഥാപനത്തിനുള്ളിൽ എംപ്ലോയി, ഇപ്പൊ ഞാൻ അവിടുത്തെ എംപ്ലോയി ഇല്ലേ, ആ ഒരു സ്ഥാപനത്തിനുള്ളിലെ എംപ്ലോയി അവിടെ സെക്യൂർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വേറൊരു തേർഡ് പാർട്ടിക്ക് ചോർത്തി കൊടുക്കുന്ന രീതി. നിങ്ങൾ അന്ന് വേണമെങ്കിൽ ഒന്ന് മലയാളത്തിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അത് ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ്, ഈ വാക്ക് കേൾക്കുമ്പോ എന്താണെന്നൊന്ന് നമ്മളൊന്ന് ആശയം മനസ്സിലാക്കി വെക്കുക. എന്താ, ഒരു സ്ഥാപനത്തിനുള്ളിലെ എംപ്ലോയീസ് അവരുടെ സെക്യൂർ ആയിട്ട് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യുന്നു,
ചോർത്തി കൊടുക്കുന്ന രീതിയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. ത്രെഡ്സ്, ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള സ്റ്റാഫ് ചെയ്യുന്ന കാര്യം. who have authorized entry into system or sensitive data. അപ്പൊ ആ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഡേറ്റാസ് വേറൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് ശത്രുതയുള്ള ആളുകൾക്കായിട്ടായാലും ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യുന്നു, അത് കൊടുക്കുന്ന രീതി. നോക്കിയാൽ these threats can rise from spiteful intent. അതായത് നമുക്ക് അതിനകത്ത് ഒരു സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറഞ്ഞ ഒരു വെറുപ്പുളവാക്കുന്ന ഉദ്ദേശം, നമുക്ക് ഒരു വെറുപ്പുളവാക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി. നെഗ്ലിജൻസ്, അശ്രദ്ധ, അശ്രദ്ധ, or unthinking actions that compromise security. ഈ ഭീഷണികളില് നമുക്ക് വെറുപ്പുളവാക്കുന്ന ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു അശ്രദ്ധ, അവിടുത്തെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ സുരക്ഷയില് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു അൺതിങ്കിങ് ആക്ഷൻ, ഒരു ചിന്താശൂന്യമായിട്ടുള്ള പ്രവൃത്തി എന്നിവയിൽ നിന്നൊക്കെ ഇൻസൈഡർ ത്രെഡ്സ് സംഭവിക്കാം. നമുക്ക് ശ്രദ്ധയില്ലാതെ വരികയാണ്, അൺതിങ്കിങ്, നമുക്ക് ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താ നമുക്ക് വെറുപ്പുളവാക്കുന്ന ഒരു ഉദ്ദേശം. എനിക്ക് ഇതിനകത്ത് നിൽക്കുന്ന ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെ, അവിടുത്തെ ഇൻഫർമേഷൻ വേറെ ആൾക്ക് ഹാക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കാം. അങ്ങനെ ഒരു വെറുപ്പുളവാക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു അശ്രദ്ധ, നമുക്ക് അതിനോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്, ഒരു അശ്രദ്ധ അല്ലെങ്കിൽ സുരക്ഷയില് വിട്ടുവീഴ്ച ചെയ്യുന്ന ചിന്താശൂന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഈ ഇൻസൈഡർ ത്രെഡ്സ് സംഭവിക്കാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റത്തെ അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ് എങ്ങനെയാ? സെക്യൂർ അല്ലാത്ത വൈഫൈ ഉപയോഗിക്കുന്നതിലൂടെ. നിങ്ങളൊക്കെ വൈഫൈ ഉപയോഗിക്കാറില്ലേ? വൈഫൈന്ന് കണക്ട് ചെയ്തിട്ട് നെറ്റ് എടുക്കാറില്ലേ? അതൊക്കെ നമ്മുടെ പേഴ്സണലാണ് അല്ലെ, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ നമുക്ക് വൈഫൈ, പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്, ഇപ്പൊ ഹോട്ടലിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ, അപ്പൊ അവിടെ പൊതുവായിട്ടുള്ള വൈഫൈ, പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാക്കേഴ്സിന് ആ പൊതുവായിട്ട് നമ്മൾ ഒരു വൈഫൈ ലഭിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ, നമ്മുടെ ഇതിപ്പോ നമ്മൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് നമ്മുടെ ഇടയിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ചോർത്തിയെടുക്കാൻ പറ്റും എന്നാണ്. Using unsecured or public Wi-Fi network can reveal users to risk like a data interception, തടസ്സപ്പെടുത്തുക, unauthorized entry and a man in the middle attack. അപ്പൊ നമുക്ക് ഹാക്കേഴ്സിന് നെറ്റ്വർക്ക് ട്രാഫിക്കിലൂടെയൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ഡേറ്റാസ് തട്ടിയെടുക്കാനും ഈ നെറ്റ്വർക്കിലൂടെയൊക്കെ കടന്നു പോകുന്ന തന്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ, നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ തട്ടിയെടുക്കാനും വിവരങ്ങൾ പിടിച്ചെടുക്കാനും കഴിയും. നമുക്ക് ഇനി അതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്ന attackers can snatch network traffic and capture sensitive information passed through this network. ഈ നെറ്റ്വർക്കിലൂടെ നമുക്ക് അറ്റാക്കേഴ്സിന് എന്ത് പറ്റും, അറ്റാക്കേഴ്സിന് നമുക്ക് അതിനകത്തുള്ള നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള, നമുക്ക് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ഈ നെറ്റ്വർക്കിലൂടെ ഹാക്കേഴ്സിന് പിടിച്ചെടുക്കാൻ പറ്റും, ഹാക്ക് ചെയ്യാൻ പറ്റും. To mitigate online security threats, it is necessary to adopt security best practice. Okay, അപ്പൊ നമുക്ക് എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ഈ ഒരു ഇങ്ങനെയുള്ള ഭീഷണിയില് ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇത്രയും നമ്മളൊക്കെ ഈ തരത്തിലുള്ള തട്ടിപ്പുകളിലൊക്കെ നമുക്ക് പെടാൻ
എന്നൊരു കണ്ടീഷൻ നമ്മൾ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് ലൈക്ക് യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ പാസ്വേഡ് ഒക്കെ ആർക്കും മോഷ്ടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, പെട്ടെന്ന് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പാസ്വേഡുകൾ, യൂണിക് പാസ്വേഡുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫ്രീക്വന്റ്ലി അപ്ഡേറ്റിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് ദെൻ അടുത്ത നോക്കിയേ, enabling two-factor authentication. Two-factor authentication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ രണ്ട് ഫാക്ടർ ഇപ്പൊ നിങ്ങളൊക്കെ ഫോണിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫാക്ടർ, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കാം. ഇപ്പൊ എല്ലാവരും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിള്ളേരൊക്കെ ഫോണൊക്കെ എപ്പോഴും എടുത്തോണ്ട് പോകും. അവർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ എന്ത് ചെയ്യാം? പാസ്വേഡ് വെക്കാം. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടില്ലേ? അതൊക്കെ വെച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് നമ്മുടെ കൈ അവിടെ വെച്ചാൽ മാത്രമേ ഫോൺ ലോക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഫിംഗർ പ്രിന്റ് വെക്കാം. അല്ലെങ്കിലോ നമ്മുടെ ഫേസ് വെക്കാം. നമ്മുടെ ഫേസ് ജസ്റ്റ് ഫോണിൽ കണ്ടാലാണ് ഓപ്പൺ ആവുന്നു. അങ്ങനെയുള്ള നമുക്ക് ടു ഫാക്ടർ മെത്തേഡും നമുക്ക് അവിടെ നമ്മുടെ സെക്യൂരിറ്റിയുടെ, നമ്മുടെ ഫോണൊക്കെ ആരും നമ്മുടെ ഇതില്ലാതെ അനുമതി ഇല്ലാതെയൊക്കെ നമ്മൾ എടുക്കാതെ ഹാക്ക് ചെയ്ത് അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ എടുക്കാത്ത രീതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ? സ്ട്രോങ്, നല്ല പെട്ടെന്ന് എപ്പോഴും മനസ്സിലാവാത്തത്, പെട്ടെന്ന് എല്ലാത്തിനും ഗ്രഹിക്കാത്ത രീതിയിലുള്ള പാസ്വേഡുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള ഫിംഗർ പ്രിന്റുകൾ വെക്കാം. നമ്മുടെ ഫേസ്, അപ്പൊ നമ്മുടെ മാച്ച് ഫേസ് വന്നാൽ മാത്രമാണ് അത് ഓപ്പൺ ആവുള്ളൂ അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം അവിടെ. പിന്നെ നോക്കിയേ, being caution of doubtful email or links. പിന്നെ പറഞ്ഞേക്കാം, നമ്മൾ ഡൗട്ട് ആയിട്ടുള്ള മെയിലില് അല്ലെങ്കിൽ ലിങ്കിലൊന്നും നമുക്ക് അത് നമ്മളൊരു നമുക്കൊരു ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ഇത് വന്നാലും നമ്മൾ പെട്ടെന്ന് അതില് കയറി നമ്മുടെ ഇൻഫർമേഷൻ ഒന്നും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഇമെയിലോ ലിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ അതിനോട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നല്ല സുരക്ഷിതരായിരിക്കണം. ആൻഡ് കീപ്പിംഗ് aware of current security threats. ഇപ്പൊ ഈ സമയത്ത് സംഭവിക്കാവുന്ന സെക്യൂരിറ്റി ത്രെസ്റ്റ്, ഈ നമ്മുടെ ഓൺലൈൻ സെക്യൂരിറ്റി ഭീഷണികൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ആൻഡ് കീപ്പിംഗ് അവയർനെസ് ഓഫ് കറണ്ട് സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഇപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞില്ലേ? ഫിഷിംഗ് വരാം, ഐഡന്റിറ്റി തെഫ്റ്റ് വരാം, ഡാറ്റ ബ്രീച്ചസ് വരാം, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വരാം, പാസ്വേഡ് അറ്റാക്ക് വരാം, ഇൻസൈഡർ ത്രെസ്റ്റ് വരാം, വൈഫൈയുടെ നമുക്ക് വൈഫൈ മോഷ്ടിക്കാം, അൺസെക്യൂർഡ് വൈഫൈ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ മറ്റുള്ളവർക്ക് പാസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കറണ്ട് ആയിട്ടുള്ള നമുക്ക് സെക്യൂരിറ്റി ത്രെറ്റുകൾ ഏതൊക്കെയാണ് അതിനുള്ള ഒരു അവയർനെസ് നമ്മൾ കീപ്പ് ചെയ്യണം. ആൻഡ് എംപ്ലോയിങ് dependable security software, then frequently backing up data. നമ്മൾ ഡേറ്റാസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബാക്കപ്പ് ചെയ്യുക. പിന്നെ ആൻഡ് കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസ്. നമുക്ക് സെക്യൂരിറ്റി പ്രാക്ടീസുകൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഇൻഫർമേഷൻ വേണം. അത് നമ്മൾ സൂക്ഷിക്കുക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? ഇപ്പോഴത്തെ ക്യാൻ ഓൾസോ ഹെൽപ്പ് safeguard against ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ്. അപ്പൊ നമുക്ക് ഇപ്പൊ നടക്കുന്ന ഈ ഓൺലൈൻ സുരക്ഷാ ഭീഷണികൾ, അപ്പൊ അതിനെതിരായിട്ട് നമുക്ക് സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഈ രീതിയിലൂടെയൊക്കെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊരു അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ ചെന്ന് ചേരാതെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാം. അപ്പൊ നമ്മൾ വിശ്വസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിലൂടെ, പിന്നെ ഡാറ്റ ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് ചെയ്യുന്നതിലൂടെ, എംപ്ലോയിങ് ഡിപ്പെൻഡബിൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിലൂടെ
വീക്കിലി ഡേറ്റാസ് ബാക്കപ്പ് ചെയ്യുന്നതിലൂടെ ആൻഡ് കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസ്. അതിൽ ഏറ്റവും പുതിയ സുരക്ഷാ രീതികളെ കുറിച്ച് അറിയുന്ന ആ ഒരു രീതികൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മുടെ എന്താ ഇങ്ങനെയുള്ള ഓൺലൈൻ ഭീഷണികളിൽ നിന്ന് അതിന്റെ മുന്നിൽ നമ്മൾ പെടാതെ അല്ലെങ്കിൽ അതിനെ ഓൺലൈൻ ഭീഷണിക്ക് എതിരായിട്ട് നമുക്ക് നമുക്കത് സംരക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ലാസ്റ്റ് സെക്ഷൻ ഒന്നും കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്ക് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. പിന്നെ ഇതിനകത്ത് ആദ്യത്തെ സെഷനുകളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അതിനൊക്കെ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അവിടെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ, CPU, എക്സ്പാൻഡഡ് ഫോം, ബ്രെയിൻ ഓഫ് ദ മെമ്മറി, അതൊക്കെ പറഞ്ഞില്ലേ. പിന്നെ പാർട്സ് ഹാർഡ്വെയറിൽ, സോഫ്റ്റ്വെയർ, CPU-ന്റെ ഒക്കെ മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാ വന്നിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ. പിന്നെ അതിനകത്ത് 3 പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. വേർഡ് പഠിച്ചു. വേർഡ് എന്ത് സോഫ്റ്റ്വെയറാ? മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ used for word processing software. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു. അതിന് 3 ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഏതൊക്കെയാ? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, വിച്ച് ഫോർമാറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ചെക്ക് ഗ്രാമർ കറക്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ചെയ്യാൻ ടേബിളോ അല്ലെങ്കിൽ ഷേപ്പോ ചാർട്ടോ ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ളതുണ്ട്. ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്, ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഡോക്യുമെന്റ്, നേരത്തെ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സുകൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ അതെവിടേക്ക് വേർഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സെക്ഷൻ നോക്കണം. പിന്നെ അടുത്ത പവർ പോയിന്റ് പറഞ്ഞത്. അതിനകത്ത് പവർ പോയിന്റ് എന്താണ്? ഇസ് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഇതൊരു പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഏതൊക്കെയാണ്? സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. പിന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ എവിടേക്ക് ഇത് നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. പിന്നെയാണ് എക്സൽ എന്തായിരുന്നു? ഡേറ്റ നമ്മുടെ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ, ഡാറ്റയുടെ ഫീച്ചേഴ്സ്, എക്സലിന്റെ ഫീച്ചേഴ്സ് നോക്കാം. പിന്നെ അടുത്ത ആപ്ലിക്കേഷൻ, അത് 3 അങ്ങനെ. പിന്നെ ഇന്റർനെറ്റ് നമ്മൾ പറഞ്ഞത് നമുക്ക് പല രീതികളും ഇമെയിൽ ചെയ്യാം, വീഡിയോ കോളുകൾ, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാം, ഫയൽ ഷെയറിങ്, അതൊക്കെ ഇന്നലെ നമ്മൾ പഠിക്കാം. വെബിനാറുകൾ ഓൺലൈൻ പ്രിപ്പറേഷൻ ചെയ്യാം, ഇതൊക്കെ. പിന്നെ അടുത്ത വെബ് ബ്രൗസേഴ്സ് ആണ് നോക്കാം. പിന്നെ അടുത്തത് പിന്നെ ഇന്ന് നമ്മൾ പഠിച്ചത് ഓൺലൈൻ സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. ഇന്നത്തോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇനി ഇത്രയും ദിവസം നമ്മൾ ചാപ്റ്റർ നിങ്ങളുടെ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീർക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അപ്പൊ അതായിരുന്നു ഇത്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ കയറാൻ വന്നപ്പോ ശരിക്കും സങ്കടമായിട്ട് ഇന്നും കൂടി അല്ലേ ഉള്ളൂ 5ന്റെ ക്ലാസ് ഇന്നും കൂടിയുള്ള നല്ലൊരു സങ്കടത്തോടു കൂടിയായിരുന്നു ക്ലാസ്സിൽ കയറി. ഇത്രയും ദിവസം നമ്മൾ തീർക്കാനുള്ള ഒരു വെപ്രാളവും ഇതൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ ഓൾറെഡി തീർന്നായിരുന്നു. 2 ആഴ്ച മുന്നേ നമ്മുടെ ടോപ്പിക് തീർന്ന. പിന്നെ എക്സ്ട്രാ 2 ചാപ്റ്റർ കൂടി നമ്മൾ എടുക്കേണ്ടി വന്നാണ്. ശരീരാനത്തിന് 2 ചാപ്റ്റർ കൂടിയാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതും ഇന്നിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എക്സാമിന്റെ നിങ്ങൾക്ക് ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലെ? അടുത്ത സാറ്റർഡേ അല്ലേ? 21st ആണ് 3rd-ഉം 4th-ഉം മൊഡ്യൂളുടെ എക്സാം. അപ്പൊ ഇനി കിട്ടുന്ന സമയം നിങ്ങൾക്ക് മാക്സിമം, ഇപ്പൊ പിള്ളേരുടെ എക്സാമിന്റെ ഒക്കെ തിരക്കാണ്. അത് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറ്റും പോലെ, ഇപ്പൊ നാളെ മുതൽ ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന ടൈമില്ലേ, ആ ഒരു ടൈം തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാതിരിക്കുക കേട്ടോ. എന്തായാലും നമ്മൾ ഉച്ചകഴിഞ്ഞ് ഇത്രയും സമയം 2 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ പഠിക്കാം. എനിക്ക് ഇത്രയും ദിവസം എന്തായാലും നമ്മള് ബുദ്ധിമുട്ടിയൊക്കെ ക്ലാസ്സിൽ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്തും ഒക്കെ ചെയ്തു അല്ലേ? അപ്പൊ അതുപോലെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇന്ന് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല ഇത് വെറുതെ ഒരു വെറുമാർക്കായിട്ട് പറയുന്നതല്ല കേട്ടോ. എന്റെ മനസ്സിൽ പറ്റി ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങി
പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ പറയുന്നതാണ് നല്ലൊരു ബാച്ച് ആണെന്ന്. ഇതിപ്പോ വെറുതെ പറയുന്നതല്ല, നമുക്ക് പല ബാച്ചുകൾ എടുക്കുമ്പോൾ അറിയാലോ, അതിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല കുട്ടികളായിരുന്നു ഈ ശരിക്കും ഈ ഒരു ബാച്ചില്. എന്തായാലും നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ എന്താ പറയാ, വേറെ എന്താ, എല്ലാവർക്കും all the best. Okay.